ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ ലൈവ് വീഡിയോസും ഒക്കെ കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്നുണ്ട്. അതുപോലെ ഇനി തരണം. ഇതെൻ്റെ ഒരു ചെറിയൊരു യാത്രാ വീഡിയോ ആണ്. ഇത് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്യണം. എല്ലാവരും അഭിപ്രായങ്ങൾ പറയണം. ഞാൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, എന്തെങ്കിലും ശരിയാക്കണോ എന്നൊക്കെ എല്ലാം പറയണം. പിന്നെ എന്തുപോലത്തെ ടൈപ്പ് വീഡിയോസ് ഇടുന്നതായിരിക്കും എനിക്ക് നല്ലത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതൊക്കെ നിങ്ങളൊക്കെ പറഞ്ഞു തരണം കേട്ടോ. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങൾക്കും ഞാൻ നല്ല വില തരും. ഞാനത് ട്രൈ ചെയ്യും. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു യാത്രാ വീഡിയോ, അതായത് ഈസ്റ്ററൊക്കെ അല്ലേ, അപ്പോൾ എന്നെയും വാവേനെയും അമ്മ വന്ന് കൊണ്ടുപോകാൻ വന്നിരുന്നു കേട്ടോ. അപ്പോൾ വിളിച്ചുകൊണ്ട് പോകാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒറ്റയ്ക്ക് ഓട്ടോയിൽ പോകാൻ പാടായതുകൊണ്ട് അമ്മ വന്ന് വിളിച്ചുകൊണ്ട് പോകും. എല്ലാ വർഷവും അമ്മ അങ്ങനെയാണ്, അമ്മ തന്നെ ഓട്ടോ കൊണ്ടുവന്ന് വിളിച്ച് കൊണ്ടുപോകും. അതുപോലെ ഇന്നും വന്നിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ പോവാണ്. ഇത് ഞാനിപ്പോൾ പോകുന്നത് പെസഹ വ്യാഴൻ്റെ അന്നാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ ചെറിയ വീഡിയോസ് ഞാനിങ്ങനെ എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു, ഒരു ചെറിയ ട്രാവൽ വീഡിയോ പോലെ. പിന്നെ ഞാൻ ഈ തമ്പനയിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, അത് എൻ്റെ വീടല്ല, എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അവിടെ എത്തിയിട്ട് ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കാണിച്ചതെന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം എത്താറായി. ഇത് നമ്മുടെ ഹൈവേ റോഡാണ്, അങ്ങോട്ട് കോവളത്തോട്ടൊക്കെ പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി ദൂരം കൂടെ ഉള്ളൂ, ഒരു കിലോമീറ്റർ തികച്ച് ഉണ്ട്. ഉണ്ട്, 1 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഇടവഴിയൊക്കെ കയറി ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ എൻ്റെ വീടെത്താനായിട്ട്. അങ്ങനെ ഞങ്ങൾ പോവാണ്. പിന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണേ മറക്കല്ലേ പ്ലീസ്. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരണം, കമൻ്റൊക്കെ ഇടണം. അങ്ങനെ പോവാണ്. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ട്രാഫിക്കും ചൂടിലൊക്കെ ഒന്ന് അലഞ്ഞ് കഷ്ടപ്പെട്ടാണ് എത്തുക. അങ്ങനെ നമ്മൾ വീടെത്തി. ഇതാണ് ഞങ്ങളുടെ വീട്, അതായത് ചേച്ചിയുടെ വീട്. ചേച്ചിയോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, നമ്മൾ പറയാതെ അൺഎക്സ്പെക്റ്റഡായിട്ട് വന്നതാണ്. എന്നാലും വലിയ റിയാക്ഷനൊന്നും പ്രതീക്ഷിക്കേണ്ട. ആരുടെ റിയാക്ഷനൊന്നും ഞാൻ എടുത്തിട്ടില്ല. റിയാക്ഷൻ ഇല്ല, അതാണ് സത്യം. അവർക്കറിയാം നോർമലാണെന്നത്. ഇതാണ് വീട്. നമ്മുടെ ഇവിടെ വന്നിട്ട് ഒരു കോളനി ടൈപ്പ് സ്ഥലങ്ങളാണ് കണ്ടോ. വീടൊക്കെ ഇങ്ങനെ അടുത്തടുത്തിരിക്കും. പക്ഷേ സേഫാണ്. സേഫിൻ്റെ കാര്യത്തിൽ 100% സേഫാണ്. കുട്ടികളാണേലും വലിയവരാണേലും എല്ലാം അടിപൊളി സേഫാണ്. ഇവിടെ കിളിയൊക്കെ ഉണ്ട്. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഒരു ലൊക്കാലിറ്റി. ഇനി ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്. ഇതിപ്പോൾ സമയം 11:30 കഴിഞ്ഞു. ഞാൻ സൂം ചെയ്യുന്നതിന് മുന്നേ ഒരാൾ പാസ് ചെയ്ത് പോകും കണ്ടോ. ഇത് ആൾക്കാർ നമ്മുടെ ഈ നാട്ടിലുള്ള ആൾക്കാരാണ്. രാത്രി നമ്മൾ ഉറങ്ങുവാണ് കണ്ടോ. ഇത് എൻ്റെ ചേച്ചി കിടന്ന് ഉറങ്ങുവാണേ. വീട് കണ്ടോ, മെയിൻ വാതിലാണിത്. നമ്മൾ തുറന്നിട്ടിട്ടാണ് ഉറങ്ങുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷേ എൻ്റെ ഈ നാട് ഈ ഒരു വിഷയത്തിൽ ഭയങ്കര സേഫാണ്. ഒട്ടുമിക്ക വീട്ടുകാരും, ചിലർ വീടിൻ്റെ വെളിയിൽ പായ് വിരിച്ച് ഈ വഴിയിൽ കിടക്കും കേട്ടോ. അത്രയും സേഫാണ്. അങ്ങനെ ഞാനും വാവയും അകത്ത് ഇവിടെ തറയിൽ കിടപ്പുണ്ട്. ഇതിപ്പോൾ രാവിലെയായി. ഇതൊക്കെ ആയിരുന്നു എൻ്റെ കുഞ്ഞു വീട്. ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, എൻ്റെ നാടിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇത്രയേ ഉള്ളൂ വീഡിയോ. ബായ്.